ശ്രീചിത്രൻ നോക്കൂ, ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയാണത്. ഇത്തരത്തിൽ ക്ഷേമങ്ങളെ എതിർക്കുക, അതൊക്കെ നഷ്ടക്കച്ചവടമാണ്. അത് വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ പൊതുഗതാഗതമായാലും നഷ്ടമാണ്. അത് നിർമ്മലാ സീതാരാമനും പറയുന്നു. അതിൻ്റെ വാക്കിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കൾമിനേഷനാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വേദികളിൽ കോൺഗ്രസിൻ്റെ വായിൽ നിന്ന് വീണത്. അതിൽ പറക്കിയെടുക്കാവുന്ന പല വിധത്തിലുമുള്ള അജണ്ടകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇത് യഥാർത്ഥത്തിൽ അജിംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷേമ നടപടികൾ എന്നതിനെതിരായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും ഒരു എതിർപ്പുണ്ട്. അത് വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയമായ എതിർപ്പാണ്. ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരുപോലെയുള്ള അനേകം സമാനതകളുമുണ്ട്. അതൊരു ഭാഗം. ഈ ഇലക്ഷൻ്റെ പ്രത്യേകമായ പെർസ്പെക്റ്റീവിൽ വന്നാൽ, ഞാൻ വാസ്തവത്തിൽ ഈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായി സന്തോഷിച്ച ഒരാളാണ്. കാരണം കുറേ കാലമായി കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അപവാദ വ്യവസായങ്ങളുടെയും ഉപജാപങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും മാത്രം തെരഞ്ഞെടുപ്പ് കാലം എന്നതിൽ നിന്നൊക്കെ വളരെ വിപരീതമായി കുറെ കൂടി ആരോഗ്യകരമായ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു അന്തരീക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്താണ്. രാഷ്ട്രീയമായി എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹം താരതമ്യേന മാന്യമായ നിലയ്ക്ക് ഇടപെടുകയും ഒരു സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സാന്നിധ്യവും സിനിമാ പ്രവർത്തകനും ഒക്കെയാണ്. മറുഭാഗത്ത് M സ്വരാജ് എന്ന് പറയുന്ന ഏറ്റവും തെളിമയോടെ സംസാരിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ അങ്ങേയറ്റത്തെ കൃത്യതയോടെ മൂർച്ചയോടെ സംസാരിക്കുന്ന ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നു എന്നത് കൂടുതൽ സന്തോഷകരമായൊരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ എന്താ സംഭവിക്കുന്നത്? സ്വരാജ് വന്നതിന് ശേഷം കോൺഗ്രസ് മുൻപ് മുതലേ നേരിട്ടുകൊണ്ടിരുന്ന അൻവറിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേ നേരം കളിച്ചുകൊണ്ടിരുന്ന ഈ തായം കളി അവരെ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കി കഴിഞ്ഞു. അതിനുശേഷം ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റിയറിംഗ് തിരിച്ചു വരണം എന്ന് വരുമ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അവരുടെ പതിവ് പരിപാടിയായിട്ടുള്ള അപവാദ വ്യവസായം ആരംഭിക്കുക എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്ഷേമ പെൻഷനെതിരെ സംസാരിക്കുക, കൈക്കൂലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, എന്നെ ഞെട്ടിപ്പിക്കുന്നൊരു വാക്കാണ്. കാരണം കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ കൈക്കൂലി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നാണല്ലോ നമ്മൾ പറയുക. അതാണ് അതിൻ്റെ ഒരു നിയമപരമായ വശവും. കൊടുക്കുന്ന ആളുകളെ കുറ്റക്കാർ എന്ന് പറയാൻ വേണ്ടിയാണ് വലതുപക്ഷക്കാർ ഇത് പറയുന്നത്. ഓക്കെ, കൊടുക്കുന്ന ആളുകൾ ഇടതുപക്ഷമാണ്, അവരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്നു. വാങ്ങുന്ന ആളുകളും കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറ്റക്കാരാണ്. എന്ന് വെച്ചാൽ ആരാണ് കുറ്റക്കാർ? ഈ കേരളത്തിലെ 62 ലക്ഷം വരുന്ന സാധാരണക്കാരായ, ഫിസിക്കലി ചലഞ്ചഡായ, വിധവകളായ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന, 50 വയസ്സിൽ കൂടുതലുള്ള അവിവാഹിതരായ സ്ത്രീകളായ ഈ നാട്ടിലെ അങ്ങേയറ്റത്തെ ദരിദ്രരായ മനുഷ്യരാണ്. 62 ലക്ഷം മനുഷ്യരുടെ മുഖത്തു തുപ്പുന്ന വർത്തമാനമാണ് ഈ കൈക്കൂലി എന്ന വാക്കൊക്കെ ഇതിനോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത്. ഒരു വോട്ടിംഗ് മുന്നിലുണ്ട് എന്ന് വെച്ച് എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതിയിലേക്ക് കേരള രാഷ്ട്രീയം എത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു കാര്യം വ്യക്തമാക്കാൻ, അതിൻ്റെ കണക്കുകൾ സനോജ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ വ്യക്തമാണ് ആ കണക്കുകൾ. ഒരു കാര്യം വ്യക്തമാക്കണം എന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രത്യേകമായ സഹായമായി കൊടുക്കുന്നൊരു കാര്യമേ അല്ല പെൻഷൻ എന്നത് വളരെ വ്യക്തമാണ്. കാരണം 413 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ കുടിശ്ശിക ഉണ്ടായിട്ടും കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഇത്രയും മനുഷ്യർക്ക്, 62 ലക്ഷം മനുഷ്യർക്ക് ഇങ്ങനെ പെൻഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം 2 കുടിശ്ശിക കൊടുക്കുന്നു, ഈ വർഷം 3 കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ എന്നത് വേണമെങ്കിൽ വ്യക്തമായി, ഞാനിതിൽ കൈക്കൂലി എന്ന വാക്കൊന്നും ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. ഇവർക്ക് വാട്ടബോട്ടറി ആയിട്ടുള്ള ആരോപണങ്ങളാണല്ലോ. അതുകൊണ്ട് ഞാനൊരു പദ്ധതി മാത്രം വ്യക്തമാക്കാമെന്ന് കരുതുന്നു. ഇപ്പം തെലങ്കാന സംസ്ഥാനത്തിൽ BRSനെതിരായിട്ട് കോൺഗ്രസ് എടുത്ത നിലപാട് എന്തായിരുന്നു? ഗൃഹലക്ഷ്മി പദ്ധതി എന്ന പേരിൽ അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഗൃഹലക്ഷ്മി പദ്ധതിക്ക് പകരം മഹാലക്ഷ്മി പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. പെൻഷനല്ല, ഞാൻ പെൻഷനാണെന്ന് പറയുന്നതേ ഇല്ല. ആ പദ്ധതിയുടെ മുകളിൽ ഉണ്ടായത് എന്താ? മഹാലക്ഷ്മി പദ്ധതിയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ക്രമേണ പിൻവലിഞ്ഞ് ഇന്ന് എന്താണ് മഹാലക്ഷ്മി പദ്ധതിയുടെ സ്ഥിതി? വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും ആ ആരോപണം ഉന്നയിക്കാം. എന്താണ് ഗൃഹലക്ഷ്മി പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇദ്ലു എന്നുള്ള പദ്ധതിയിലൂടെ, മഹാലക്ഷ്മി എന്നുള്ള പദ്ധതിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള പ്രലോഭനമായിരുന്നില്ലേ എന്ന് പറയാം.
പക്ഷെ അവിടെയും നമ്മളാരും, ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള ആരും കൈക്കൂലി പോലൊരു വാക്ക് ഉപയോഗിക്കില്ല. ഈ വാക്ക് ഉപയോഗിക്കുന്ന ആളെ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനോ ഒരു പ്രാദേശിക ലീഡറോ ഒന്നുമല്ല, അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയാണ് വന്നിരുന്ന് വളരെ വളരെ കൂളായി പറയുന്നത്. അതിനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരെ അപമാനിക്കുന്നതിൽ തീർച്ചയായിട്ടും അജിംഷാദ് പറഞ്ഞതുപോലെ ക്ഷേമ നടപടികളോടുള്ള വലതുപക്ഷത്തിന്റെ പൂർണ്ണമായ ഒരു എതിർപ്പ്, അതായത് BJPക്കും കോൺഗ്രസിനുമുള്ള മുതലാളിത്ത സമീപനത്തിൽ ഊന്നിയ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിന് കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ നിസ്വരായ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന മനുഷ്യരോടുള്ള എക്കാലത്തെയും അവഗണനയുടെ ഭാഗമാണ് ആ എതിർപ്പ്.